മതപരിവർത്തനം എന്ന ആരോപണം നുണയാണെന്നും ആണ്ട് കുർബാനയാണ് വീട്ടിൽ നടന്നതെന്നും ഗംഗാധർ ഗ്രാമത്തിലെ കുടുംബാംഗങ്ങൾ 24-നോട് പറഞ്ഞു. वो हमारा बड़ा भैया का वार्षिक था, उसका आत्मा को शांति मिलने के लिए हम प्रार्थना कर रहे थे. वो लोग आए, प्रार्थना हुआ, प्रार्थना होके फादर और सिस्टर लोग को हम छोड़ने गए. उधर कुछ बजरंगी दल का लोग उधर आए और हंगामा शुरू किया. मैं उसको बोलना चाहता हूँ कि ये धर्म परिवर्तन कुछ ऐसा नहीं है. वो हम खाली सिर्फ उसमें यीशु ख्रिस्त में विश्वास करते हैं. हमने जो बात किया था उसने हमारे बात नहीं सुना, तो उसने सब वो बात छोड़ के हमको पीटा. सब जितने लोग हम गए थे फैमिली, तो हमको भी पीटा था. वो फादर को सिस्टर भी पीटा. हाँ, हमने जब फादर को बचाने के लिए गया तो हमने वो ठेल के हमारे को दूर कर लिया है. ഒഡീഷയിലെ ബാലസോറിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, ഛത്തീസ്ഗഡിന് സമാനമായ ഒരു സംഭവമാണല്ലോ ഒഡീഷയിലും ഉണ്ടായിരിക്കുന്നത്. ഇത് മതപരിവർത്തനമാണ് ഈ വൈദികർക്ക് നേരെയും ആരോപിച്ചിരിക്കുന്ന കുറ്റം ബജറംഗദളിന്റെ ഭാഗത്തുനിന്ന്. എന്താണ് ഗ്രാമവാസികൾ പറഞ്ഞത്? ഈ വൈദികർക്കുണ്ടായിട്ടുള്ള ദുരനുഭവം കൃത്യമായി അവർ 24-നോട് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. എന്താണ് അവർ പറയുന്നത്? ഇത് ആദ്യത്തെ അനുഭവമാണ് എന്ന് ഫാദർ നിരപ്പേൽ പറയുന്നത് നമ്മൾ കേട്ടു. തീർച്ചയായും ഫാദർ ലിജോ നിരപ്പിലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ആദ്യത്തെ അനുഭവമാണ്. പക്ഷേ ഒഡീഷയിൽ മറ്റ് ചിലയിടങ്ങളിലൊക്കെ പലപ്പോഴും സമാനമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നവർ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ ബാലസോറിലെ ജാലേശ്വറിലെത്തി ഇവരെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട കാര്യം വലിയ ഒരു ആക്രമണം അവർക്ക് നേരിടേണ്ടി വന്നു എന്നതാണ്. അവരുടെ വാഹനത്തിന് മുന്നിൽ പോയ കപ്പ്യാരെ ക്രൂരമായി മർദ്ദിച്ചു. കപ്പ്യാരുമായി പിന്നീട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ വാഹനത്തിൽ നിന്ന് താഴേക്ക് ഇടിച്ചിട്ടു, ശേഷം നിലത്തിട്ട് ചവിട്ടുകയും വസ്ത്രം വലിച്ച് കീറുകയും ഒക്കെ ചെയ്തു. ബൈബിൾ സമീപത്തുണ്ടായിരുന്ന ഒരു കനാലിലേക്ക് വലിച്ചെറിയുകയും ഒക്കെ തന്നെ ചെയ്തു. സ്ത്രീകൾക്ക് നേരെ അവർ ആക്രമിച്ചില്ല. പക്ഷേ എന്നാൽ പോലും ഇവരുടെയൊക്കെ മൊബൈലുകൾ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. ഇപ്പോഴും ഫാദർ ലിജോ നിരപ്പേലിൻ്റെ മൊബൈൽ ഫോൺ തിരികെ ലഭിച്ചിട്ടില്ല. സിം കാർഡ് മറ്റൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്പർ വീണ്ടെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ ഫോൺ ഇപ്പോഴും ഈ ബജറംഗ് ദൾ പ്രവർത്തകരുടെ കൈവശം തന്നെയാണ് ഉള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ കുടുംബത്തെ നമ്മൾ നേരിട്ട് പോയി സംസാരിച്ചു. ഈ പ്രാർത്ഥന നടന്ന വീട്ടിലേക്ക് നമ്മൾ എത്തി. ഗംഗാധർ എന്ന ഗ്രാമത്തിലേക്കാണ് നമ്മൾ അവിടേക്ക് എത്തിയത്. അവിടെ ഒരു പാവപ്പെട്ട ഒരു കുടുംബമാണ്. സുരേന്ദ്ര എന്നയാളുടെ വീട്ടിലേക്കാണ് നമ്മൾ എത്തിയത്. സുരേന്ദ്ര പറയുന്നത് നമ്മളിപ്പോൾ കേട്ടു. അവിടെ ഒരു ആണ്ട് കുർബാന ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഈ വൈദികരെയും കന്യാസ്ത്രീമാരെയൊക്കെ തന്നെ വിളിച്ചു വരുത്തിയത്. ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അവർ മടങ്ങിപ്പോകുന്നു. അതിനിടെയാണ് അവർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ആ കുടുംബത്തിലെ ഒരു സ്ത്രീ പറയുന്ന വാക്കുകൾ കൂടി നമ്മളിപ്പോൾ കേട്ടതാണ്. അവർ പറയുന്നു, ഈ ആക്രമണം തടയാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചപ്പോൾ ഞങ്ങളെയും അവർ മർദ്ദിച്ചു എന്ന് സ്ത്രീകളടക്കമുള്ളവർ പറയുന്നുമുണ്ട്. ഏതായാലും പോലീസ് ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് അവർക്ക് ആ ഘട്ടത്തിൽ ബോധ്യപ്പെട്ടതാണ്. അരമണിക്കൂർ കഴിഞ്ഞ് പോലീസ് എത്തി. അപ്പോഴേക്കും നേരിട്ട് ആക്രമണത്തിൽ പങ്കെടുത്ത പലരും ഓടിപ്പോയിരുന്നു. പക്ഷേ ഇതുവരെ പോലീസ് ഒരു FIR ഇടാനോ മറ്റ് നടപടികളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല. ഇന്നിപ്പോൾ ഈ വൈദികനോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങൾ ചോദിച്ചറിയാനാണ്. FIR ഇടുന്ന അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക്, അതായത് നിയമ നടപടി കുറച്ചുകൂടി ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം തൽക്കാലം കൂടിയാലോചനകൾ കൂടി നടത്തിയതിനു ശേഷം മതി എന്നും ലിജോ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ സഭയുമായി ബന്ധപ്പെട്ട ഉയർന്ന ആളുകളുമായി ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. കാരണം ഒരു നിയമ നടപടികളിലേക്കൊക്കെ പോയി കേസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഇവിടെ തന്നെ തുടരേണ്ടതാണ്. ബജറംഗ് ദളിന്റെ കൂടുതൽ വൈരാഗ്യം അതുമൂലം ഉണ്ടാകുമെന്നുള്ള ഭയം അവർക്കുണ്ട് എന്ന് മോർണിംഗ് ഷോയിൽ സംസാരിച്ചപ്പോൾ ലിജോ തുറന്നു പറഞ്ഞതുമാണ്. GK.